നോക്കൂ, നമ്മളുടെ രാജ്യം വളരെ സാങ്കേതികമായിട്ടുള്ള വികാസത്തിലേക്ക് കുതിക്കുന്നു. അതിനൊപ്പം തന്നെ നമ്മൾ കുറച്ചുകൂടി പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള രീതിയിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ടുപോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു വാർത്തയാണ് ഇന്ത്യൻ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലും മറ്റുമൊക്കെ പങ്കുവെച്ച ചിത്രങ്ങൾ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ എനിക്ക് തോന്നുന്നു 1-2 ആഴ്ചകൾ കഴിയുന്ന സമയത്ത് ഇന്ത്യൻ റെയിൽവേ ഇന്ത്യയുടെ റെയിൽ പാളങ്ങളിൽ ഹൈഡ്രജൻ ഇന്ധനമായി പ്രവർത്തിക്കുന്ന ട്രെയിൻ ഇറക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഉദ്ഘാടനം ഉടനെ തന്നെ ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് ഒരു അത്ഭുതകരമായിട്ടുള്ള മുന്നേറ്റമാണ് യഥാർത്ഥത്തിൽ. ലോകത്ത് ആദ്യമായിട്ട് ഹൈഡ്രജൻ ട്രെയിൻ കൊണ്ടുവരുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ. പക്ഷേ 4-5 രാജ്യങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ ഈ ഹൈഡ്രജൻ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന എൻജിൻ വെച്ചുകൊണ്ടുള്ള റെയിൽ സംവിധാനമുള്ളത്. ജർമ്മനിയും അതുപോലെ തന്നെ ചൈനയും ഒക്കെ അതിൻ്റെ മുൻനിരയിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള രാഷ്ട്രങ്ങളാണ്. പക്ഷെ നമുക്ക് തീർച്ചയായിട്ടും അത് വളരെ അനിവാര്യമാണ്. നമ്മൾ വളരെ വിപുലമായ വളരെ ദീർഘദൂര റെയിൽവേ ഉള്ള ഒരു രാജ്യമാണ്. നമുക്കതിൻ്റെ ഗുണം എന്ന് പറയുന്നത് 2 രീതിയിലാണ്. ഒന്ന്, നമ്മളുടെ ട്രെയിനുകൾ ഒരു കാലത്ത് ഡീസൽ എൻജിൻ മാത്രമായിരുന്നു. കറുത്ത പുക തുപ്പി ഓടിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള എൻജിനുകളെ പിന്നെ മാറ്റിയത് ഇലക്ട്രിക് എൻജിനുകൾ വരുന്നതിൻ്റെ ഫലമായിട്ടാണ്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇപ്പോഴും ഇലക്ട്രിസിറ്റി പൂർണ്ണമായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ട്രെയിൻ ഓടിക്കാനായിട്ട് കഴിയാത്ത സാഹചര്യം നിലവിലുണ്ട്. രണ്ടാമത്തെ പ്രശ്നം, ഡീസൽ പൂർണ്ണമായിട്ട് നമുക്ക് ഉപേക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ത്യ ഒരിക്കൽ പോലും ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും എന്നുവെച്ചാൽ ഫോസിൽ ഇന്ധനങ്ങളാണ് അവയെല്ലാം. അതെല്ലാം കത്തി അതിൽ നിന്ന് പുറത്തു വരുന്ന വാതകങ്ങൾ എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ് പോലെയുള്ളതായ വാതകങ്ങളാണ്. ഇത് ഗ്ലോബൽ വാർമിങ്ങിന്, ആഗോള താപനത്തിനൊക്കെ കാരണമായി തീരും എന്ന് നമുക്കറിയാം. ഹരിതഗൃഹവാതകങ്ങളാണ് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നതെന്നാണ്. അത് നമ്മുടെ പരിസ്ഥിതിക്കും അതേപോലെ തന്നെ നമ്മുടെ കാലാവസ്ഥയ്ക്കും വലിയ തരത്തിൽ കെടുതികൾ സൃഷ്ടിക്കുന്ന ഒന്നാണ്. ഇതിൽ നിന്ന് മാറേണ്ടതൊരാവശ്യമാണ് എന്നത് ലോകം മുഴുവനായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അപ്പം നമുക്കതിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ പവർഫുള്ളായ എന്നുവെച്ചാൽ ഈ ജർമ്മനിയും ചൈനയും ഒക്കെ ഉപയോഗിക്കുന്നതായിട്ടുള്ള എൻജിൻ്റെ ഇരട്ടി ശക്തിയുള്ള എൻജിൻ പ്രവർത്തിക്കാൻ പറ്റുന്ന, ഹൈഡ്രജൻ ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത 1-2 വർഷത്തിനുള്ളിൽ തന്നെ 30-35 ട്രെയിനുകൾ ഇത്തരത്തിലുള്ള ഇന്ധനം ഉപയോഗിച്ചുകൊണ്ട് ഓടിക്കും എന്നാണ് നമ്മളുടെ റെയിൽവേ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അത് യാഥാർത്ഥ്യമാണ്. കാരണം ആദ്യത്തെ വണ്ടി മിക്കവാറും 1-2 ആഴ്ചക്കുള്ളിൽ റെയിൽ പാളത്തിലെത്തുകയാണ് ചെയ്യുന്നത്. ഇത് അവിടെ മാത്രം നിർത്താൻ പോകുന്ന ഒരു കാര്യമല്ല. കാരണം ലോകം മുഴുവനും ഹൈഡ്രജൻ എക്കണോമിയിലേക്ക് മാറാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ലോകത്തിൻ്റെ ഇന്ന് നിലനിൽക്കുന്ന പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടുള്ള മാർഗങ്ങളിലൊന്ന് ഈ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള വാതകങ്ങൾ പുറത്തു വരാതിരിക്കുക എന്നുള്ളതാണ്. ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാക്കുന്നതിന് വേണ്ടി പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വാതകം എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡാണ്. മീഥേൻ, സൾഫർ ഡയോക്സൈഡ്, സൾഫർ ട്രൈഓക്സൈഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ രൂപപ്പെട്ടു വരുന്നതാണ്. പക്ഷേ ഫോസിൽ ഇന്ധനം എന്ന് പറഞ്ഞാൽ പെട്രോൾ, ഡീസൽ മുതലായ സാധനങ്ങളാണ് ഫോസിൽ ഇന്ധനം എന്ന് പറയുന്നത്. ആ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന ഇത്തരം വാതകങ്ങളാണ് നമ്മുടെ പ്രകൃതിക്ക് വലിയ തരത്തിലുള്ള നാശങ്ങൾ സൃഷ്ടിക്കുകയും അതിൻ്റെ ഫലമായിട്ട് വലിയ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു, ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുസ്തകം എഴുതുന്ന സമയത്ത് 2003 ആ പുസ്തകം എഴുതുന്ന സമയത്ത് അന്ന് ലോകത്ത് ഏറ്റവും വലിയ മൾട്ടിനാഷണൽ കമ്പനിയായിട്ടുള്ള ഡാമിയൽ ക്രൈസ്ലർ എന്ന് പറയുന്നതായിട്ടുള്ള കമ്പനി, ആ കമ്പനി ഹൈഡ്രജൻ വാതകം ഉപയോഗിച്ച് കാറിൻ്റെ എൻജിൻ നിർമ്മിക്കുന്നതിനുള്ള പരീക്ഷണം നടത്തിക്കൊണ്ടിരുന്ന സമയമാണ്. പക്ഷെ അത് കഴിഞ്ഞിപ്പോൾ ഒരു 25 വർഷങ്ങളായി കാറിൻ്റെ എൻജിൻ ഹൈഡ്രജൻ ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് പാകപ്പെടുത്തിയെടുത്താൻ ലോകത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻ ആണ്. ഇതുവരെയായിട്ട് നമ്മൾ ഈ ഓട്ടോമോട്ടീവ് രംഗത്ത് എന്ന് വെച്ചാൽ കാറുകൾ, ലോറികൾ, ട്രക്കുകൾ, ബസ്സുകൾ മുതലായ സാധനങ്ങൾ ഒക്കെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇൻറ്റേർണൽ കമ്പഷൻ എൻജിനായി. പക്ഷെ അതിനകത്ത് എങ്ങനെയാണ് ഈ ഹൈഡ്രജൻ വാതകം പ്രാവർത്തികമാക്കുക എന്നുള്ളതായിരുന്നു ശാസ്ത്രജ്ഞന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിബന്ധമായി നിലനിന്നിരുന്നത്. അത് മാറ്റി പുതിയ തരത്തിൽ എൻജിനെ അവർ കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഹൈഡ്രജൻ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഹൈഡ്രജൻ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ ഹൈഡ്രജൻ എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുക? ഹൈഡ്രജൻ നമ്മൾ എവിടെ നിന്നാണ് നമുക്ക് ലഭ്യമാണ്?
ഹൈഡ്രജൻ നമുക്ക് ലഭിക്കുന്നത് വെള്ളത്തിൽ നിന്നാണെന്നുള്ള കാര്യം കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാവുന്നൊരു കാര്യമാണ്. വെള്ളത്തെ ഇലക്ട്രോളിസിസിന് വിധേയമാക്കുന്ന സമയത്ത്, വൈദ്യുത വിശ്ലേഷണ വിധേയമാക്കുമ്പോൾ അതിൽ നിന്ന് ഹൈഡ്രജനും ഓക്സിജനും കിട്ടും. ആ ഹൈഡ്രജൻ ഉപയോഗിച്ചിട്ടാണ് ഈ വാഹനങ്ങളെല്ലാം പ്രവർത്തിക്കുക. നമ്മളുടെ നിതിൻ ഗഡ്കരി എന്ന് പറയുന്നതായിട്ടുള്ള മന്ത്രി, അദ്ദേഹം പല ദിവസവും ഓഫീസിലേക്ക് വരുന്നത് ഒരു ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കാറിലാണ്. ഇത് ഇന്ത്യക്കുള്ള സന്ദേശമാണ്. നമ്മൾ കാറുകളും ട്രക്കുകളും ബസ്സുകളും ഒക്കെ ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന തരത്തിലേക്ക് മാറും എന്നുള്ളത് ഇന്ത്യയുടെ വലിയ ഒരു മാറ്റമാണ്. ഈ രംഗത്തേക്ക് നമുക്ക് മാറാൻ കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ലോകത്തിന് തന്നെ നമ്മളങ്ങനെ ഒരു മാതൃകാപരമായ പ്രവൃത്തി നടത്തും എന്ന് ഇതിലൂടെ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. എന്തായാലും ഒരു 1-2 ആഴ്ചക്കുള്ളിൽ വരുന്ന ഈ ഹൈഡ്രജൻ റെയിൽവേ സംവിധാനം അല്ലെങ്കിൽ ഹൈഡ്രജൻ ഇന്ധനമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഓടുന്ന റെയിൽവേ എൻജിൻ എന്ന് പറയുന്നത് നമുക്ക് വലിയ പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്നതാണ്. അത് ഉടനെ തന്നെ നമ്മുടെ റെയിൽവേയുടെ മുഴുവൻ ട്രെയിനുകളും ഓടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് കഴിയുന്ന തരത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ അത്ഭുതകരമായിട്ടുള്ള മാറ്റമാണ് ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ കാറുകളിൽ ലോറികളും ട്രക്കുകളും ബസ്സുകളും ഒക്കെ ഹൈഡ്രജൻ ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതായിട്ട് മാറിത്തീരുമ്പോൾ നമ്മൾ പതുക്കെ ഗ്രീൻ എക്കണോമിയിലേക്ക് അല്ലെങ്കിൽ ഹൈഡ്രജൻ എക്കണോമിക്ക് മാറുന്ന ഒരു രാഷ്ട്രമായി മാറിത്തീരും.